Ladies and gentlemen, I'm Muhammad Labib and welcome back. അപ്പോൾ പ്രോട്ടോടൈപ്പിൽ വന്നിട്ട് ബ്രോ ക്യാമ്പിൽ വന്നിട്ട് 202 ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞൊരു 1 വീക്ക് ആയിട്ടുള്ളതുപോലെ തന്നെ June 30, ലാസ്റ്റ് 1 മന്ത് June 30 again 2024 ഇപ്പോൾ 6 മാസം പൂർത്തിയായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ, ഒരു പ്രോഗ്രസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 1 വീക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊജക്റ്റ് ഏകദേശം കഴിയാനായി. പോസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ കുറച്ച് ബഗ്ഗുകളൊക്കെ ഫിക്സ് ആക്കാനാണ് ബാക്കിയുള്ളത്, അതുണ്ട്. ആൻഡ് വി ടോക്കിംഗ് അബൌട്ട് ദിസ് ലാസ്റ്റ് 1 മന്ത്. ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസത്തിൽ ഞാൻ 3 റിവ്യൂ പാസ്സായി. ഇതുകൂടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് 3 റിവ്യൂ ഒക്കെ പാസ്സാകുന്ന ഒരു മാസത്തിൽ. ഇപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞൊരു മാസത്തിൽ 3 ബുക്സ് കഴിഞ്ഞു. കാൺ ഹേർട്ട് മീ, ഡേവിഡ് ഗോഗിൻസിൻ്റെ ബയോഗ്രഫി. അതുപോലെ തന്നെ ദ കൈറ്റ് റണ്ണർ, ഒരു ഫിക്ഷനാണ്. അതുപോലെ തന്നെ ഒരു ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക്. ഈ പുസ്തകം ഞാൻ വളരെ എക്സ്പെക്റ്റേഷൻ വായിച്ചിട്ട് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ബുക്കാണ്. എന്ന് വെച്ചാൽ തുറക്കത്തിൽ 120 പേജസ് അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് പേജുള്ളതുകൊണ്ട് ഒരു ബുക്ക് വായിച്ച് തീർക്കല്ലോ എന്നുള്ളൊരു സ്കീമിൽ എടുത്ത സാധനമാണ്. പക്ഷേ ഒരു ലാസ്റ്റിൽ കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയിരുന്നെങ്കിലും ഓവറോൾ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മച്ച്. ഓക്കെ, പിന്നെ വന്നത് ഇപ്പോൾ ലാസ്റ്റ് 1 മന്തിലുള്ള ഇതാണ്. ഇപ്പോൾ ലാസ്റ്റ് 1 മന്തിൽ ഞാൻ നമ്മളൊരു പെർസെപ്ഷൻ, ഒരു ടാർഗറ്റൊക്കെ ചെറുങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ എന്ത് വന്നാലും റിവ്യൂ പാസ്സാവുന്നുള്ള ലക്ഷ്യത്തിലേക്ക് വന്നപ്പോഴാണ് റിവ്യൂ പാസ്സാകാൻ തുടങ്ങി. അല്ലാതെ റിവ്യൂ പാസ്സാകാൻ എന്ത് ചെയ്യണോ അത് ചെയ്തപ്പോഴാണ് അത് മാത്രം ചെയ്യാനുള്ള രീതിയിലേക്ക് മൈൻഡ് സെറ്റ് മാറി. അപ്പോൾ ആദ്യമുള്ളപ്പോൾ ഒന്നും നടക്കുന്നില്ലേനും ഇപ്പോൾ കുറച്ചെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് ഈ രീതിയിൽ. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിൽ സാധാരണ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്താൽ വെച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ സാധനം പോകും. പക്ഷേ ഈ വർഷം ഞാൻ ഐ വാസ് ലിറ്റിൽ ബിറ്റ് പ്രിപ്പയർഡ്, നോട്ട് സാധാരണ ഉള്ളതിനേക്കാളും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. വെച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അലി അബ്ദാലിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ഇത് വെച്ചിട്ടാണ് തുടങ്ങിയത്. ഐ വാസ് 24 ബുക്സ് വായിച്ചു തീർക്കാനുള്ളതാണ്. അതിപ്പോൾ 6 മാസമാകുമ്പോൾ 12 വായിച്ചു തീർക്കണത് 11 വായിച്ചു തീർത്തു. സ്റ്റിൽ പ്രോഗ്രസ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ആകെ 2 ബുക്ക് വായിച്ചു തീർത്തത്. അപ്പോൾ ഈ ഒരു 6 മാസം കൊണ്ട് 11 ബുക്ക് വായിച്ചു തീർത്തു. അഫ്കോഴ്സ് പക്ഷേ ഹ്യൂജ് പ്രോഗ്രസ് ബുള്ള. പിന്നെ ഉണ്ടായിരുന്നത് ബ്രോ ക്യാമ്പ് പാസ്സാകാനുള്ളത്, ബ്രോ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് വിത്തിൻ 7 മന്ത്സ്. പക്ഷേ ഇനി ഒരു 1 മന്ത് കൊണ്ട് ഇമ്പോസിബിൾ, പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പാണ് ഞാൻ ആ 7 മന്ത് ഫിക്സ് ചെയ്തത്. പക്ഷേ ഇവിടെ വരുന്നു, 7 മന്ത് കഴിയുന്നു, പോകുന്നു. അതായിരുന്നു എക്സാക്ട് പ്ലാൻ. പിന്നെയാണ് ഇവിടെ അറിയുന്നത് വീക്ക് പാക്ക് ഉണ്ട്. വീക്ക് പാക്ക് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വീക്ക് പാക്ക് 1-2 കിട്ടിയാൽ ഒന്ന് വീണ്ടും ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. വീക്ക് പാക്ക് കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ 12 വീക്ക്, ഇനിയിപ്പം ഒരു വീക്ക് പാക്കും കിട്ടാതെ പോകുന്ന ഇനി സ്റ്റിൽ 16 വീക്സ് റിമൈനിങ്. ദാറ്റ് മീൻസ് 4 മന്ത്സ്. ലെറ്റ്സ് ഹോപ്പ് ബെസ്റ്റ്. പിന്നീട് ഇതിൽ വന്നതെന്ന് വെച്ചാൽ വേറൊരു പ്രോഗ്രസ് ചെയ്യാൻ കണക്കാക്കിയത് കണ്ടതെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഐ എം റിഫ്ലക്റ്റിംഗ് മൈ വീക്സ്, മൈ മന്ത്സ്, മൈ ക്വാർട്ടർ. പക്ഷേ മുമ്പ് ഇനി എന്തൊക്കെ പറയാനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു വീക്കിൽ എന്തൊക്കെ ചെയ്യുന്നു. വീക്കിപ്പോൾ സാധാരണ കഴിഞ്ഞിപ്പോൾ 6 മാസമായിട്ട് ഓരോ മാസവും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ പ്രോഗ്രസ്. പിന്നീട് പറയാൻ നോക്കുകയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു പ്രോഗ്രസ് അല്ല, പ്രോഗ്രസിൻ്റെ ഓപ്പോസിറ്റ് ഡീപ്പ് പ്രോഗ്രസ് എന്താ സംഭവമാണ്. ഇപ്പോൾ തുടക്കങ്ങളിൽ എല്ലാ വ്യാഴ്ചയും റൈറ്റിംഗ് അല്ല ന്യൂസ് ലെറ്റർ ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെ വന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, പഠനം നടക്കില്ല. പക്ഷേ ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. പക്ഷേ ഐ വാണ്ട് ടു ഓൾസോ കം ബാക്ക് ടു ലിങ്ക്ഡിൻ ആൻഡ് ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ഈ ഒരു സംഭവത്തിലേക്ക് പിന്നെ തിരിച്ചു വരണം. പക്ഷെ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ
പിന്നൊരു മൈൻഡ് സെറ്റിൽ ഷിഫ്റ്റ് വന്നു വെച്ചാൽ ആദ്യം വെറുതെ വെക്കുന്ന വെറുതെ നിൽക്കാനുള്ളത്. ഇപ്പോൾ വെറുതെ വെക്കുമ്പോൾ ഒരു ഇരുട്ടും അതുപോലെ തന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള വഴിയും നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുന്നിലുള്ളത് പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് കഴിഞ്ഞ് DS കൊണ്ട് വരുന്നത്. DS-ൻ്റെ ഒക്കെ എൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ റിവ്യൂക്ക് പാസ്സാൻ വേണ്ടി ചെയ്ത പ്രൊജക്റ്റ് പോലെയാണുള്ളത്. അത് മാറ്റി 2-3 മിനി പ്രൊജക്റ്റൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നോക്കണം. ഇപ്പോൾ കഴിഞ്ഞൊരു ആദ്യത്തെ ഒരു 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ 3 മാസത്തിൽ ഞാൻ പാസ്സായി എത്തിയത് 5th വീക്കിലാണ്. പിന്നുള്ളൊരു 3 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ, ഈ ഒരു മാസത്തിൽ ഇപ്പോൾ 12th എത്തി. പറഞ്ഞു വന്നത് ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ 5 വീക്സ്, പിന്നെയുള്ള ഒരു 3 മാസത്തിൽ 7 വീക്സ്. പ്രോഗ്രസ്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും കൂടെയാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. ഇംഗ്ലീഷ് ഇപ്പം കോൺഫിഡൻസ് കൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. എന്നാൽ ഇത് വെച്ചിട്ട് നമ്മൾ പറയുന്നതല്ലാതെ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഗ്രാമറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലോ ലാങ്ഷൻ്റെയോ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഒന്ന് ബെറ്റർ ആക്കണം. അത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനാണ് പാടില്ല. ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഉള്ളത് ലാസ്റ്റ് 6 മന്ത് കഴിഞ്ഞു. നെക്സ്റ്റ് 6 മന്ത് എന്ത് ചെയ്യാനുള്ളതാണ്. ഇനിയുള്ളത് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാനുള്ളത്. ഇപ്പോൾ പ്ലെൻറ്റി ഓഫ് ടൈം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെ ഒരു 8 മണി അല്ല 8:30 വന്നാൽ രാത്രി ഒരു 10 മണി അല്ല 9:30 വരെ, അബൌട്ട് 13-14 hours. ഈ ടൈം എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ അല്ല, ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയാലോ, ഒന്ന് ഇറങ്ങിയാൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാൽ അറ്റ്ലീസ്റ്റ് 1 hour 2 hour അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 3 നേരം ചായ കുടിക്കുകയാണെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ അങ്ങനെ പോയി. പിന്നെ ഇവിടെ അടുത്ത് വന്നിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി. അത് മാറ്റിയിട്ടൊരു കൃത്യമായി ഒരു സ്കെഡ്യൂളോടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കണം. ഇരിക്കാനുള്ളൂ. ഇത്രേ ഉള്ളൂ. 2 ലക്ഷം ടൈം ടേക്ക് പീസ് ഔട്ട്.